ഒരു വിധാണ് കിട്ടിയത്. വണ്ടിയിൽ നോക്കിട്ട് എവിടെയും കാണില്ല. ഓല ഫുഡ് അതിലുണ്ടാ നോക്ക്. എത്രമാതിരി അറകളാ. പണ്ട് സ്കൂളിൽ പോയ കാലം ഓർക്കുമ്പോൾ ഇനി ഈ എപ്പോഴാ സ്കൂളിൽ പോയി? അത് പറഞ്ഞ ശരിയാണല്ലോ. നമ്മള് പണ്ട് കക്കാനല്ലേ പഠിച്ചത്. പിന്നെ അങ്ങോട്ട് തട്ടിക്കൊണ്ടോല് തുടങ്ങി. അല്ല വന്ന കാര്യം മറന്നല്ലോ. ഞാൻ ബാഗിൽ നോക്ക് ഫുഡ് ഉണ്ടാവേ. കിട്ടി കിട്ടി കിട്ടി. ഈ ബാഗ് എന്തൊരു കനയാ. അവിടെ നിന്ന് വെക്കട്ടെ. അല്ല ഫുഡ് എങ്ങനെയുണ്ട് നോക്ക്. അയ്യേ, ഇത് വെജിറ്റബിൾ സാലഡാ. എനിക്ക് തീരെ ഇഷ്ടല്ല. വെജിറ്റബിൾ സാലഡോ? എനിക്ക് ഒട്ടും ഇഷ്ടല്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ വിചാരിച്ച ഓൾഡേൽ അൽഫാമൊക്കെ ഉണ്ടാവുന്നു. വെറുതെ തെറ്റിദ്ധരിച്ചു. നീ പറഞ്ഞിട്ടെന്താ? നീ ഇത് കഴിച്ചാലേ പറ്റുള്ളൂ. അതെ, അങ്ങനെ ഒരുവിധം കഴിച്ചു. ഞാൻ ഒറ്റ ദിവസം വെജിറ്റബിൾ തന്നെ തിന്നിട്ടില്ല. ഇന്നിപ്പോ അത് സംഭവിച്ചു. അതൊക്കെ ശരി. പക്ഷെ നീ വെജിറ്റബിൾ സാലഡ് തിന്നാതെ എങ്ങനെ കുടവയറാ? എനിക്ക് ആർക്കറിയാം. അവരുടെ അച്ഛനോട് പൈസ വയ്ക്കണ്ടേ? അതിപ്പോ പറഞ്ഞ ശരിയാണല്ലോ. വാ പോയോക്കാം. ഞാൻ അങ്ങോട്ട് പോകണ്ടേ? ഈ വരുമ്പോഴാ ആ ബാഗും കൂടി എടുത്തോ. ഈ അടന്നൂടെ, ഞാൻ എടുക്കാം. എന്ത് രസം. മാറിക്ക് കുടവേറെ. ചോപ്പ് ഡ്രസ്സേ, നിങ്ങൾക്ക് അയാളൊന്ന് ജിമ്മിൽ ചേർത്തിക്കൂടെ? തട്ടിക്കൊണ്ടോണ നേരം കൊണ്ട് 2 റൗണ്ട് ഓടിക്കൂടെ? അങ്ങനെ ആ തടി ഒന്ന് കുറഞ്ഞിട്ടു. ഇപ്പൊ തടി കുറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ആ ടിവിന്റെ പൗതെങ്കിലും കാണാനി. ഇതിപ്പോ ടി വി മൊത്തം കവർ ചെയ്യുന്നല്ലോ. എടാ വില്ലു, നീ എന്റെ ഭാഗത്താണോ അതോ പിള്ളേരുടെ ഭാഗത്താണോ? കളിയാക്കി ചിരിക്കുന്നു. അത് പിന്നെ ഞാൻ പിള്ളേരൊക്കെ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് പിന്നെ ചിരി വരാതിരിക്കില്ലല്ലോ. സോറി. എന്നാലും ആ ചതി എന്നോട് വേണ്ടായിരുന്നു. ബൈ, നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. അതെ, ഞങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡ് വേണം. ഞങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വിളിക്കട്ടെ? എടുക്ക്. അതെ, ID കാർഡ് എടുക്കടാ. നിങ്ങളുടെ കയ്യിലാണ് ID കാർഡ്. നിങ്ങൾ എന്താ പറയുന്നത്? എന്റെ കയ്യിലോ? എന്റെ കയ്യിൽ ബാഗാണ്. ആ ബാഗ് തന്നെ. അതിന്റെ ഉള്ളിലാണ് ആ കുന്തറണ്ടം. ഏത് കുന്തറണ്ടം? നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ആ ID കാർഡ്. അത് ശരി. കിട്ടിയോ? കിട്ടി. ഹലോ, മല്ലനുണ്ണി സ്പീക്കിംഗ്. എന്താ പാലുണ്ണിക്കൊപ്പം സംസാരിക്കാൻ തുടങ്ങിയോ? ഞങ്ങളുടെ പേരാണ് മിസ്റ്റർ പറഞ്ഞത്, മല്ലനുണ്ണി. നിങ്ങൾക്കിന്ന് രാവിലെ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ? എനിക്കൊരു കുട്ടീനെ മിസ്സായി. അതെ, തങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയ പൂച്ചക്കുട്ടി. മനസ്സിലായി. ഉസ്മാൻ കുട്ടിയല്ലേ? എന്താ പിന്നെ ഇബ്രാഹിം കുട്ടി ആയിരിക്കൂ. ഇപ്പൊ വീട് കിട്ടി. ഇബ്രാഹിം കുട്ടി അല്ലാത്ത വീരാൻകുട്ടി. ഈ തന്തപ്പൊടി ശരിയില്ല. അതെ, നമുക്ക് മറ്റവന്റെ അച്ഛനെ വിളിക്കാം. ഹലോ മിസ്റ്റർ, നിങ്ങളുടെ ഉണ്ണി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓഹോ, ഏത് ഉണ്ണിയാണ്? എന്റെ കക്ഷത്തെ ഉണ്ണിയാണോ അതോ എന്റെ മുഖത്തെ ഉണ്ണിയാണോ? പാലുണ്ണിയല്ലേ ഉദ്ദേശിച്ചേ? അല്ലല്ല, നിങ്ങളുടെ ഉണ്ണി ഞങ്ങളുടെ കയ്യിലുണ്ടേ. ഓ, അത് നിങ്ങൾ എടുത്തു. എനിക്കതൊന്നും വേണ്ടേ. ഞാനിപ്പോ ഇത് ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെ ഓപ്പറേഷൻ ചെയ്തെടുക്കാന്ന് വിചാരിക്കായിരുന്നു. ഈ തന്തപ്പൊടി ശരിയില്ലല്ലോ. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അതായത് കുട്ടന്റെ. ഹലോ, മല്ലനുണ്ണി സ്പീക്കിംഗ്. നിങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ കട്ടനുണ്ട്. എന്ത്? അല്ല സോറി, ഞങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കുട്ടനുണ്ട്. അവനൊന്ന് സ്കൂളിൽ പോയതാണല്ലോ. അവരെ ഞങ്ങൾ തട്ടിക്കൊണ്ടുവന്നതാണ്. 10 ലക്ഷം രൂപ വേണം അവരെ തിരിച്ചു തരണമെങ്കിൽ. എന്ത്? 10 ലക്ഷം?
5 ലക്ഷം ഞങ്ങൾക്ക് എടുക്കായ, നിങ്ങളാണെങ്കിൽ ഓനെടുത്തോ. എന്താ അവരൊക്കെ പറഞ്ഞേ? ഹോ, ദരിദ്രാസികൾ വെറുതെ പിടിച്ചുകൊണ്ട് വന്നു. നീ പറയുന്നത് അവരെ വിടാമെന്നാണോ? അതെ, വിടണ്ടേ? ആ, വിടണം. അവരുടെ കൂടെ നിന്നാൽ നമ്മളെ വയസ്സേക്കാരൻ പോകില്ലേ, അവരുടെ അല്ല. വാ കുട്ടികളെ, നിങ്ങളെ സ്കൂളിലാക്കി തരാം. ഞങ്ങളില്ലേ, ഞങ്ങൾ ഇവിടെ മൂലക്ക് TV കണ്ട് തിന്നിരുന്നോളാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാവുമ്പോ നമുക്ക് സ്കൂൾക്കും പോകണ്ട, സുഖിച്ചിരിക്കാം. എടാ വില്ലു, പെട്ടല്ലോ.